ഹൊറർ മൂവികൾ ഒത്തിരി ഇറങ്ങിയിട്ടുണ്ടല്ലേ. നമ്മൾ ഹൊറർ മൂവി, പണ്ടത്തെ ഹൊറർ മൂവിയൊക്കെ നമ്മളൊരു വൈറ്റും ഇട്ട് വരുന്ന ഹൊറർ മൂവി അല്ലേ, അതാണല്ലോ നമ്മുടെ പ്രേതം എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ വെള്ളിയാഴ്ച ഒരു വേറൊരു ശബ്ദം, ലാസ്റ്റ് പല്ല് ഉന്തി വരുന്നു. അതൊക്കെയാണ് പണ്ട് കാലങ്ങളിലുള്ളത്. അതിൽ നിന്നൊക്കെ ഒരു മാറ്റമായിരിക്കും ഈ സിനിമയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടം വരുമ്പോൾ അത് വേറെ രീതിക്ക് ആ ഒരു ചേഞ്ച് ആൾക്കാർ ഇഷ്ടപ്പെടും. ഉദാഹരണം ഞാനൊക്കെ മദ്രാസിലുണ്ടായിരുന്ന സമയത്ത് അന്ന് റോഡ് ട്രാഫിക് ബ്ലോക്കാണ്. നമ്മൾ നോക്കിയ ഒരു പുതിയ പടം വന്നിരുന്നു, നോക്കിയപ്പോൾ എക്സോർസിസ്റ്റ്. അപ്പോൾ ആ പടം കാണണം എന്ന് പറഞ്ഞു. അന്നത്തെ കാലത്ത് ഞാൻ 76 കാലഘട്ടത്തിലാണ് മല്ലികയും ഞാൻ, ക്യാമറമാൻ ഹേമേന്ദ്രൻ, കനകദുർഗ എല്ലാവരും കൂടെ. അന്ന് ഞാൻ ഉമ്മാലോചിച്ച ഞങ്ങൾ പോയിട്ട് ഞങ്ങളുടെ പരിപാടി എന്ന് വെച്ചാൽ ഏതെങ്കിലും ദിവസം രാവിലെ ഇറങ്ങിയിട്ട് രാവിലെ ഒരു സിനിമ ഉണ്ട്, മല്ലികയാണ് എല്ലാം വാങ്ങിച്ചു തരുന്നത് കേട്ടോ. ഉച്ചയ്ക്ക് പോകുന്നു, നമുക്ക് നിവൃത്തിയില്ല. വൈകുന്നേരത്തെ കാപ്പി, രാത്രിത്തെ ഫുഡ്, സെക്കൻഡ് ഷോ എക്സോസിസ്റ്റ് കിടന്നു. എനിക്ക് തിരിച്ച് ലോഡ്ജിൽ പോകാൻ വയ്യ, പേടി. അവസാനം ഇവരെ വീട്ടിൻ്റെ വരാന്തയിൽ അകത്തൊരു ഹാളിൽ നിന്ന് ഞാൻ കിടന്നുറങ്ങി. എനിക്ക് പേടിയായി. അവിടെ തന്നെ നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്തെന്ന് പറഞ്ഞു, പേടിച്ചു പോയി. അപ്പം പേടി എല്ലാവർക്കും പേടിയാണെങ്കിലും ഇത് കാണാൻ ഇഷ്ടമാണ്. അതുപോലെ തന്നെ പിന്നെ കുറേ നാൾ കഴിഞ്ഞ് സിനിമ വന്നപ്പോഴാണ് ഓമൻ എന്നൊരു പടം റിലീസായത്. അപ്പോൾ മദ്രാസിൽ ഓമൻ OME എന്ന് ഒട്ടിച്ചപ്പോൾ ഞാൻ സ്വാമേട്ടൻ്റെ പേരിലൊരു പടം ഇറങ്ങിയിട്ടുണ്ട്. സോമേട്ടൻ കേട്ട് അതങ്ങനെ നമ്മൾ കള്ളം പറയില്ല ചേട്ടാ. ഓമൻ എന്നുള്ള പടത്തിൽ സോമേട്ടൻ തന്നെ രാത്രി യെസ് കൊണ്ട് ഒട്ടിച്ചെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ സോമനായി അങ്ങനെ ഒരു കഥയുണ്ട്. അപ്പോൾ ഹൊറർ പടമുണ്ട്. ഇപ്പം ഞാൻ പറയും എല്ലാവരും നമ്മൾ പറയുന്നുണ്ട്, ആൾക്കാർ എനിക്ക് പേടിയൊന്നുമില്ലെന്ന് പറയും. എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാനൊരു ഹോണ്ടഡ് ഹൗസിലോ ഏതെങ്കിലും ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഞാൻ ചോദിക്കും, ഇതെന്താണ് എൻ്റെ പൂട്ട് മുറിച്ചിരിക്കുന്നത്. ഒരിക്കലും ഞാൻ ഇവിടെ ഒരു ഹോട്ടലിൽ ചോദിച്ചു, എന്താ പൂട്ട്? അല്ല സാർ, അത് ഇങ്ങനെ സ്റ്റക്കായി. ഞാൻ പറഞ്ഞു അങ്ങനെ ആവുമല്ലോ, എനിക്ക് ടെൻഷൻ. കുറേ കഴിഞ്ഞ് ഞാൻ വിളിച്ച് റിസപ്ഷനിൽ വേറെ ചോദിച്ചു, മറ്റേ 406 സംഭവം പൂട്ടും. ആ സാർ, അത് അന്ന് അവിടെ ഒരു ആത്മഹത്യ കിടന്നില്ലേ, ഒരാളെ കൊന്ന്. അയ്യോ, ആ മുറിയാണ് എനിക്ക് തന്നിരിക്കുന്നത്, ഞാൻ അവിടെ കിടക്കില്ല. ഇതൊക്കെ അന്ധവിശ്വാസം, രാജുവിന് പേടി എന്നൊക്കെ ആൾക്കാർ. പക്ഷേ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഒരു ഷൂട്ടിങ്ങിന് പോയിട്ട് ഒരു കാട്ടിനകത്തൊരു സ്ഥലത്ത് സാർ ആരുമില്ല, സാറിൻ്റെ റൂമിൽ നല്ല തണുപ്പുണ്ട്, വെള്ളം വെച്ചിട്ടുണ്ട്, പോയി ഞാൻ കിടക്കില്ല. എനിക്ക് പറ്റത്തില്ല സംഭവം. എനിക്ക് അതൊക്കെ ഭയങ്കര പേടിയുള്ള സംഭവമാണ്. എനിക്ക് ഭയങ്കര ഇതൊക്കെ ഞാൻ പറയുന്നത് പേടിയുണ്ട്. പലർക്കും പേടിയുണ്ട്. ഒരാൾ നടന്നു പോകുമ്പോൾ ഇരുട്ടത്ത് ആരെങ്കിലും മുമ്പ് ചാടുന്നു, ബോധം കാണിച്ചാൽ മതി, എല്ലാവരും പേടിക്കും. പേടിയുള്ള സംഭവമുണ്ട്. നമ്മളിപ്പോൾ ഈ പേടിയിലെ തിയേറ്ററിൽ നമ്മൾ വലിയൊരു ഇപ്പം സൗണ്ട് സിസ്റ്റം ഒക്കെ വേറെയാണ്. ഒരു സൗണ്ട് നമ്മൾ ഒരു നട്ടിലുണ്ടാവും, ആരയില്ലാത്ത അത് ഉറപ്പാണ്. പേടിയല്ല. ഞാൻ ഒന്നാമത് കുട്ടിക്കാലം തൊട്ട് തന്നെ വീട്ടിൽ ഭക്ഷണം തരുമ്പോൾ തന്നെ പറയാണ്, കഴിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഉമ്മാക്കി വരും, ഭൂതമ്മ എന്നെ പിടിക്കും, വേഗം കഴിക്കും. അവിടുന്ന് തുടങ്ങിയാണ് നമ്മുടെ പേടി. അവരവിടെ അങ്ങനെ പഠിക്കും. പിന്നെ ഞാൻ അപ്പൂപ്പൻ്റെ അമ്മൂമ്മേരെയൊക്കെ പെറ്റായിരുന്നു. ഹോളിഡേയ്സിലൊക്കെ ചെല്ലുമ്പോൾ ഇവർ ഈ പേടിപ്പിക്കുന്നവർ. അങ്ങനെ നിൻ്റെ അടുത്തൊന്നും ചുണ്ണാമ്പ് പിടിക്കും, വെള്ള സാരിയും വെള്ള ബ്ലൗസും ഇട്ടിരുന്നു. നീ ചുണ്ണാമ്പ് കൊടുക്കും, നിന്നെ പിടിക്കും. പിന്നെ പിറ്റേന്ന് കാലത്ത് പനിയുടെ താഴെ നിൻ്റെ തലമുടിയും ഈ അസ്ഥിയും മാത്രമേ കാണും, ബാക്കി മുഴുവൻ യക്ഷി കഴിച്ചിരിക്കും. സന്ധ്യ കഴിഞ്ഞ് വെളി ഇറങ്ങാൻ വയ്യ, കളിക്കാൻ പോകുക ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി 5:30 മുമ്പ് വീട്ടിൽ കയറും. പേടി. ഈ പേടിയിലൂടെയൊക്കെ ഞാൻ ജീവിച്ചപ്പോൾ ഈ പടത്തിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അത് പറയുന്നുണ്ട്, ഒരു വേറെ സിറ്റുവേഷൻ സിനിമ ആണെന്ന് മനസ്സിലാവും. അപ്പം ഞാൻ ബേസിക്കലി എന്താ പറയുക, ഭയങ്കര പേടിത്തൊണ്ടനാണ്. ഇവരൊക്കെ പറയാം പേടിയില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയും. അല്ല, പേടിയില്ലാത്തവരാരുമില്ല, പേടിയില്ല എന്ന് പറയുന്നത് വേണ്ട. ഞാനൊരു ഹോട്ടലിൽ ദുബായിൽ പോകുന്നു, എൻ്റെ 16ാമത്തെ നില ഞാൻ താമസിക്കുന്നത്. രാത്രി എന്തോ വന്നു, വർക്കെല്ലാം കഴിഞ്ഞാൽ 1 മണിയായി. ഞാൻ വന്ന് കയറി ഒരു 3 നില നമ്മൾ ലിഫ്റ്റ് നിൽക്കുന്നു. തുറക്കുമ്പോൾ ഒരു സൂട്ടൊക്കെ ഇട്ടൊരു കറുത്ത് തടിച്ചൊരു നീക്കിൽ നിൽക്കുന്നു. ഞാൻ അല്ലാതെ അയാൾ നേരെ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് വെച്ചിട്ട് നേരെ ഈ ലിഫ്റ്റിൽ എൻ്റെ ബാക്കിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ്. ഇയാൾ എൻ്റെ കഴുത്ത് ഞെക്കിക്കൊല്ലോ, അതോ കുത്തിക്കൊല്ലോ, അതോ എൻ്റെ കഴുത്ത് വലിച്ച് ഓടിക്കുമോ? ഞാൻ ദൈവമേ 16 ആവണേ എന്ന് പറഞ്ഞു. അയാളൊന്നും ചെയ്യില്ല, അയാൾ 15 പറഞ്ഞു. പക്ഷേ എൻ്റെ അത്രയും നേരത്തെ ട്രാവലിംഗ് ഉണ്ടല്ലോ, പേടിയായിരുന്നു. അപ്പം രാജ് ചേട്ടന് ഇത് എനിക്കിഷ്ടമായി. ആ പേടിയുള്ള ഒരു മനുഷ്യൻ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് കിട്ടണം. ചില ഡയലോഗ് അടിക്കുമ്പോൾ ഒരാൾ നേരിട്ട് വരുന്നു, നമ്മുടെ തുടക്കാൻ വരുന്ന എന്താ അവിടെയൊക്കെ ധൈര്യമുണ്ട് നമുക്ക്. ഈ ഇരുട്ട് ഈ പേടിപ്പിക്കാൻ വരുന്നതുകൊണ്ട് നമ്മൾ അവൻ്റെ തേറ്റുമുട്ടാനും പിടിക്കാനോ തയ്യാറാണ്. പക്ഷെ നടന്നു പോകുമ്പോൾ ഇവൻ തലവഴി വെള്ളം മുണ്ടിട്ട് എന്ന് പറഞ്ഞ് മുമ്പ് വന്നാൽ ഞാൻ വീണ്ടും പോകുന്നുണ്ട്. അത് വേറെ കാര്യം. അത് നമ്മുടെയൊക്കെ ഉപബോധം മനസ്സിലുണ്ട്. ഇപ്പം എൻ്റെ മക്കളുടെ അടുത്തൊക്കെ പ്രയാസം കഴിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോന്ന് വെച്ചാൽ ഇതൊക്കെ ഇങ്ങനൊരു സംഭവമുണ്ട്, ഇതൊക്കെ കെട്ടുകഥകളെന്നൊക്കെ പറയും. അതേസമയം ഹൊററിനെ നമ്മൾ നല്ല രീതിയിൽ റിയലിസ്റ്റിക് ആയിട്ട് പ്രത്യേകിച്ച് ചെയ്യാൻ നന്നായി. ഉദാഹരണം, നമ്മൾ ഈ ഭ്രമയോഗം ഒക്കെ പടം കണ്ടില്ല, മമ്മൂട്ടിയൊക്കെ വിളിച്ചു, ഇത് നല്ല പടമാണ്. അതിനകത്ത് ഈ പറഞ്ഞ യക്ഷിയുണ്ട്, ഒരു സീനിലൊക്കെ ബിഗിനിങ്ങിലുണ്ട്, നല്ല രസം, ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യില്ലേ. ഈ പടത്തിനെ സംബന്ധിച്ചോളം ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസാണ്. അതായത് ഇടിപെട്ട് മ്യൂസിക്കും റീ റെക്കോർഡിങ്ങും ഗ്രാഫിക്സും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടാണ് പടം ചെയ്തത്. ഞാൻ അനന്തപത്രം 2005 എടുക്കുമ്പോഴത്തേക്ക് അന്ന്
ഇവിടെ CG ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഇല്ല. ഒരു ഷോട്ട് മാത്രമേ ഇവിടെ മദ്രാസിൽ കൊണ്ടു ഭീകരമായ പൈസ കൊടുത്തിട്ടുണ്ട്. ഒരു മറ്റേ ആ ലാസ്റ്റിൽ ഇത് കാണിക്കുമ്പം നാഗമാണിക്യം കാണിക്കുമ്പോൾ ഒരു വെളിച്ചം. നാഗമാണിക്യം കാണിക്കാൻ പാടില്ല എന്നുള്ളത് അന്നേ സന്തോഷം പറഞ്ഞു. അത് നമ്മൾ കാണിക്കണ്ടേ ഡയറക്റ്റായിട്ട്. മറ്റേ തെലുങ്ക് സിനിമയിലെ കാണിക്കുന്നത് ഒരു റേസിങ്ങിന് വരുന്നുണ്ട്. ഈ പോയിസൻ്റെ ഒക്കെ ഒരു കളർ സന്തോഷം പറഞ്ഞ വയലറ്റ് കളറിൻ്റെ ഒരു കളർ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വയലറ്റ് ലൈറ്റിംഗ് കൊടുത്തു. പുള്ളി ഒരു മാജിക്കിൻ്റെ ആളാണല്ലോ ലൈറ്റിങ്ങിലും ഫോട്ടോഗ്രാഫിയിലൊക്കെ. അത്ഭുതം ഞാൻ കണ്ടിട്ടുള്ള അത്ഭുത ക്യാമറ. അപ്പോൾ അത് അന്ന് എടുത്ത്. അപ്പോൾ അന്നത്തുള്ളതിനേക്കാളും ടെക്നിക്കലി നമ്മൾ അന്ന് ഡ്രോൺ ഇല്ല. അന്ന് ജിബാണ് ഇങ്ങനെ വന്നിട്ട് മനേര അകത്തൂടെ വന്ന് മുകളിലോട്ടൊക്കെ ഒരു 4 കെട്ടിനകത്ത്. ഇപ്പം ഡ്രോണുണ്ട്, കാര്യങ്ങളുണ്ട്, ക്യാമറ ഏറ്റവും കൂടിയ ക്യാമറ നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ലോ ലൈറ്റിൽ വരെ ഷൂട്ട് ചെയ്യാന്നുള്ള എക്സ്പെൻസീവ് ക്യാമറ, സൗണ്ട് സിസ്റ്റം അല്ല. അപ്പം അങ്ങനെ പടം കിടിലമാക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ സന്തോഷം, അതിൻ്റെ ഒരു സന്തോഷവും അതിൻ്റെ ഒരു സംസാരത്തിൽ നിന്നുമുണ്ട്. ഈ ചോദ്യങ്ങൾ തന്നെയായിരുന്നു ഞാൻ ചോദിക്കായിരുന്നു. അപ്പം അതിനകത്ത് പറഞ്ഞ ഈ പല രൂപത്തിലുള്ള യക്ഷികളെ നമ്മളുണ്ട്. ഇതിൽ വേറെ ന്യൂജൻ ഒരു സംഭവം പിടിക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് അങ്ങനെയാണല്ലോ വേണ്ടത്. നമ്മൾ പഴയ കാലം യക്ഷികളിലേക്കല്ല പോകുന്നത്. അത്തരം ഒരു കാലഘട്ടത്തിലേക്കുള്ള യക്ഷിയും ഇത് വെച്ച് നോക്കുമ്പോൾ പഴയകാല യക്ഷിയും ഇപ്പോഴത്തെ യക്ഷിയും വെച്ച് നോക്കുമ്പോൾ എന്താണ് ഒരു വ്യത്യാസമല്ലേ? നമ്മൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നില്ല. ഇപ്പോൾ ഒരു ഭയങ്കര ഭീകരതയുള്ളൊരു മുഖം. ഇപ്പോൾ ഞാൻ പണ്ട് മഹാരാഷ്ട്രയിലായിരുന്നപ്പോഴത്തേക്കും ദോ ഗസ് ജമീൻ കെ നീച്ചെ, ബന്ദർവാസ എന്നൊക്കെ പറയും. ബന്ദർവാസൊക്കെ ഭയങ്കര ഹിറ്റായിട്ടുള്ള ഹൊറർ പടമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പൂച്ചക്കണ്ണൊക്കെ വെച്ച് ലെൻസ് വെച്ചിട്ട് മുടിയൊക്കെ ഷേവ് ചെയ്തിട്ടുള്ള ഒരു ഭയങ്കര രൂപമാണ് ഒരു മേക്കപ്പിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതൊക്കെയായിരുന്നു പോസ്റ്റർ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ പേടിക്കാൻ പറ്റും, നമുക്കിത് കാണണം എന്നൊക്കെയുള്ളൊരു സാധനം വരും. അപ്പോൾ ഇത് കാണിച്ചിട്ടാണ്. ഇതിൻ്റെ അകത്ത് സിറ്റുവേഷൻസ് ആണ്. ഇതിൻ്റെ അകത്ത് ഇവിടെ നടക്കാത്തൊരു സാധനങ്ങളും കാണിക്കുന്നില്ല. ഇപ്പം നമ്മൾ ഫീഡ് ചെയ്യുമല്ല. നമ്മളിപ്പം യക്ഷി ഉണ്ടെന്നോ പ്രേതം ഉണ്ടെന്നോ ഇതൊന്നും നമ്മൾ പറയുന്നില്ല. ഇതാ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നമ്മൾ കൊച്ചിലെ നമുക്ക് ചില ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട് എവിടെ നിന്നൊക്കെയോ. അത് ചിലപ്പോൾ വീട്ടിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ പുറത്തുനിന്നായിരിക്കാം, കൂട്ടുകാരുടെ ഒക്കെ നിന്നായിരിക്കാം. ആ ഇൻഫർമേഷൻസ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളിലൂടെയാണ് ഇത് പോകുന്നത്. പോർച്ചുഗലിൽ മൈസൂർ എന്നൊരു പടത്തിന് പോയി, പോർച്ചുഗലിൽ ഷൂട്ടിങ്. അപ്പോൾ അവിടെ ഒരു കോട്ട പോലെയൊക്കെയുള്ള ഒരു ഹോട്ടലിന് മുമ്പ് നിർത്തുന്നു. പോർച്ചുഗലിൽ തന്നെ കുറച്ച് ഉള്ളിലുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ റിസപ്ഷൻ എവിടെയാണെങ്കിൽ അപ്പുറത്ത് 2 ശവകുടീരങ്ങൾ. അപ്പോൾ ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞപ്പോൾ അത് 400-500 വർഷം മുമ്പ് ഈ കൊട്ടാരത്തിൻ്റെ രാജാവ് അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സുന്ദരിയായ ഭാര്യ ഈ കട്ടിലിൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് ഭക്ഷണം പോലും കഴിക്കുക. അവരും മരിച്ചു. അപ്പോൾ 2 പേരും ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ്. അതോടെ എൻ്റെ ഗ്യാസ് കയറുന്നു. ഈ സിനിമ എനിക്ക് വീട്ടിൽ പോയത് ഇവിടെയാണല്ലോ ഞാൻ താമസിക്കേണ്ടത്. ഈ 2 ശവകുടീരനെ കിടന്ന് അങ്ങനെ കീ വാങ്ങിച്ച് ഞാൻ റൂമിൽ കിടന്നിട്ട് എനിക്ക് നല്ല തണുപ്പാണ്. എനിക്ക് ഉറക്കമേ വരുന്നില്ല. എനിക്ക് പേടിയുണ്ട്, കൈ കലവും. ഞാൻ വിചാരിച്ചൊന്ന് മനോജ് കെ.ജി എൻ്റെ മുറിയിൽ പോയി കിടക്കാം. അതാണ് വഴി. ഞാൻ എൻ്റെ റൂം തുറന്നിട്ട് അടുത്ത റൂമാണ് മനോജ്. കുറച്ച് ദൂരം നടന്ന് ഒരു അവിടെയാണ് പോയി. ഞാൻ എൻ്റെ റൂം തുറന്നിട്ട് ഇങ്ങനെ പതുക്കെ വെച്ചിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നോക്കുമ്പോൾ ഇവിടുന്ന് ഒരു രൂപം, ഒരു മഫളർ ഇട്ടുണ്ട്, വാന്ന് ചാടി. ഞാൻ കിണിപ്പോയി. മരിക്കേണ്ടവനാണ് ഞാൻ ആ സമയത്ത്. ആ പേടി ഇങ്ങനെ പേടി പോലും നോക്കും മനോജ് കെ.ജി. അയാൾ പേടിച്ചിട്ട് എൻ്റെ മുറി വരാനായിട്ട് വലിയ കുഴപ്പം. അത് പറ്റിയെന്ന് വെച്ചാൽ ഞാനും പേടിച്ചിട്ട് ഞാൻ രാജചേട്ടൻ്റെ മുറിയിലോട്ട് വരാമായിരുന്നു. രാജചേട്ടൻ വരുന്നതാണിട്ട് പെട്ടെന്ന് അയാൾ തമാശയായിട്ടൊക്കെ അയാൾ രാജചേട്ടനൊന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊല്ലാനായിട്ടാണ് അയാൾ സൈഡിൽ നിന്നത്. 2 പെട്ടിയ ആൾക്കാർ. അയ്യോ, ഞാൻ ഒന്നും പ്രാർത്ഥിച്ചു അവിടുത്തെ ഷൂട്ടിംഗ് തീർന്ന് എത്രയും പെട്ടെന്ന് പോകണം. അങ്ങനെ അനുഭവങ്ങൾ ഭയങ്കരമാണല്ലോ അല്ലേ? സംഭവങ്ങളാണ് പേടിപ്പിക്കുന്ന സംഭവം. അതെ. അല്ല, ഈ സിനിമ സബ്ജക്റ്റ് ഈ സിനിമ ചെയ്യുമ്പോഴും കുറെ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടല്ലോ. അതാണല്ലോ ഇപ്പൊ പറയാൻ പറ്റുന്നല്ലേ? അതാ അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ഈ സബ്ജക്ട് കേട്ടപ്പോഴും ഉണ്ടായല്ലോ. ഇനി വേറെ സംഭവം, നമ്മുടെ അക്കരെ എന്നൊരു മരം ഷൂട്ട് ചെയ്യുമ്പോൾ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിലാണ്. അവിടെ ചെറിയ പ്രേതശല്യം അന്ന് ഉണ്ടെന്നൊക്കെ ഒരു സംസാരമുണ്ട്. അക്കരെ എന്നൊരു മരം എന്ന് പറയുന്നത് വേണ്ട 85-ലാണ് ഷൂട്ട് ചെയ്തത്. അതിൽ മേനകയുണ്ട്, സുരേഷ് കുമാറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ റൂമിൽ കിടക്കുമ്പോൾ നെടുപടിവാണും ഞാനുമാണ് ഒരു മുറിയിൽ. അന്ന് അങ്ങനെയാണ് 2 പേരൊക്കെ ഒരു മുറിയിൽ കിടക്കും. അന്ന് വേണം എന്തോ കാര്യത്തിനെന്തോ പോയിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് കിടക്കുന്നുണ്ട്. വെളിയിൽ ചെറിയ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. കണ്ണാടി ജനലിൽ കൂടെ ആര് പാസ് ചെയ്താലും കാണാം. ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ടക്ക് 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 എന്ന് റൂമിൽ തട്ടുന്നു. അന്ന് വെള്ളിയാഴ്ചയാണ് ഈ പറഞ്ഞ കഥയിൽ അതും കൂടെ ഒത്തു വന്നിട്ടുണ്ട്. വന്നിട്ടിങ്ങനെ ഞാൻ പതുക്കെ ജനലിനടുത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെ രായിച്ചേട്ടാ, ഞാൻ ഈ പ്രേതം എൻ്റെ പേര് റെസ്പെക്റ്റ് എങ്ങനെ. ഞാനിങ്ങനെ ഡോർ വന്നപ്പോണ്ട് വെള്ള സാരി, വെള്ള ബ്ലൗസ്, മുടി ഫ്രംപിട്ടുണ്ട്. പിന്നെയും രായിച്ചേട്ടാ. ഞാൻ എൻ്റെ സപ്തനാട്ടിൽ പിന്നെ എനിക്ക് മനസ്സിൽ തോന്നി രായിച്ചേട്ടാന്ന് വിളിക്കും പ്രേതങ്ങളെ. മുടി മാറ്റിയപ്പോഴല്ല
മേനക, നമ്മുടെ മേനക, ഈ സുരേഷ് കുമാർ എല്ലാം കൂടെ ചേർന്ന് രാത്രി എന്നെ 10:30 മണിയൊക്കെ ആയുള്ളൂ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. പിന്നെ ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആ യക്ഷിയെ സുരേഷ് കുമാർ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. അനുഭവങ്ങള് ഇവരൊക്കെ ഒരു അനുഭവം കേട്ടിരിക്കാന്നല്ലേ. ഈ ഇപ്പോഴത്തെ ഒന്നും ഇപ്പൊ ശൈശുവിനാണ് അത്ര അനുഭവങ്ങൾക്ക് വലുതല്ല, ഇവരുടെ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന അനുഭവമാണ്. ചുമ്മാ ഇരുന്ന് സംസാരിച്ചാൽ മതി, മണിക്കൂറുകളും സംസാരിച്ചാൽ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യങ്ങള്. ഈ പേടിയുടെ കാര്യം ഇപ്പൊ ഇരുട്ട് പേടി എന്ന് പറയുമ്പോൾ നമ്മളൊരു സിനിമ ചെയ്താണ് ഇരുട്ട് അല്ലെ. നിങ്ങളുടെ ഒരു സിനിമ തന്നെ ഇരുട്ടിൽ പേടിയുള്ള സിനിമയായിരുന്നു നമ്മൾ ചെയ്തത്. ഇരുട്ട് പൊതുവെ പേടിയുണ്ട് എല്ലാവരും, ആരില്ല എന്ന് പറഞ്ഞാലും പേടിയുണ്ട്. നമ്മൾ വീട്ടിലൊന്ന് കറണ്ട് പോട്ടെ, ആരാ പേടിക്കാത്ത? പെട്ടെന്ന് ശബ്ദം കേട്ടിരുന്നാൽ പേടിക്കില്ല കറണ്ട് പോയി കഴിഞ്ഞാൽ. ഒന്നും വേണ്ട, നമ്മളൊരു വഴിയിൽ കൂടെ നടന്നു പോകുന്ന രാത്രി ഒരു അപരിചിതൻ വെറുതെ ആവശ്യം നമ്മുടെ പറയുമായിരുന്നു, അയാൾക്കവിടെ പോകാനുള്ളതാണ്. നമുക്ക് സംശയമാണ് ഇയാൾ എന്തിനും നമ്മൾ തിരിഞ്ഞപ്പോൾ ഇയാളും തിരിഞ്ഞല്ല, അയ്യോ മനസ്സിൽ അത് ഉടലെടുക്കുന്നു, മനസ്സിൽ വരും, ആ ചിന്താഗതി വരും. ഇല്ല എന്ന് ആര് പറഞ്ഞാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. മോളെ ഏറ്റവും കൂടുതൽ പേടിച്ചിരിക്കുന്നത് എന്ത് കണ്ടിട്ടാ? ഞാനിപ്പോ ചോദിച്ചപ്പോ ഒരു നട്ടില്ല, മോളെന്ന് പറഞ്ഞ് വിളിച്ചപ്പോ. അല്ല, എനിക്ക് ഇരുട്ട് പേടിയാ, പാമ്പ് പേടിയാ, എനിക്ക് എല്ലാരും അച്ഛനെ മാത്രം പേടിയില്ല അല്ലേ? മനുഷ്യരെന്ന് പറയുമ്പോ കള്ളന്മാരെ പേടിയാണ്. പിന്നെ ഈ സിനിമകളിലൊക്കെ നമ്മൾ കാണുമല്ലോ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നവർ, അങ്ങനൊക്കെ പേടിയാണ്. അങ്ങനെയൊക്കെ പേടിയുണ്ട്. ഈ സിനിമയില് ലൊക്കേഷനിൽ വെച്ച് ഏറ്റവും പേടിയുള്ള ആരെയായിരുന്നു? ലൊക്കേഷൻ വെച്ച് ഇത് പറഞ്ഞാൽ ഞാൻ സിനിമ സ്പോയിൽ ചെയ്യും, അതുകൊണ്ട് ഞാൻ പറയുന്നത്. അത് വിട്ട് ലൊക്കേഷനിൽ ആരെയായിരുന്നു പേടി എന്നുള്ളത്? അതന്നെ, ലൊക്കേഷനിലുള്ള ആള് സിനിമയിലുള്ള ആളായതുകൊണ്ട് ഞാൻ ആളുടെ ക്യാരക്ടർ പറഞ്ഞ പിന്നെ പേടിയാണ്. പിന്നെ നമ്മള് സസ്പെൻസ് പൊളിക്കും. എങ്ങനെയുണ്ട് മിടുക്കി? നമ്മളാണെങ്കിൽ അറിയാതെ ഇങ്ങനെയൊക്കെ വില്ലന്മാരെ ചോദിക്കുമ്പോൾ പറഞ്ഞു പോകും. അതാണ് അവർ ആദ്യമേ പറഞ്ഞത്, ചോദിക്കുന്ന ചോദ്യങ്ങളെ കൊള്ളാം, പെടുത്തുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല, നിങ്ങൾ കറങ്ങി തിരിഞ്ഞ് ആ സസ്പെൻസ് എടുക്കാൻ നോക്കി കിട്ടൂല. ഓള് സ്കൂളിലൊക്കെ വെച്ച് ഇങ്ങനെ കൂട്ടുകാരൊക്കെ ആയിട്ടിരിക്കുമ്പോ ഈ ഇപ്പൊ രാജേട്ടൻ പറഞ്ഞു കേട്ടില്ലേ, ഞങ്ങൾ പറഞ്ഞു കേട്ടില്ലേ ഇങ്ങനെ പേടിപ്പിക്കുന്ന കഥകൾ, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് മോക്ക്? കൂട്ടുകാരങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ കഥകൾ ഉണ്ടാക്കി പറയും. ഇങ്ങനെ എന്താണ്, അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ കണ്ടിരുന്നു, എൻ്റെ അമ്മ എൻ്റെ ഫ്രണ്ട് പേടിച്ചു പോയി എന്നറിയോ എന്നൊക്കെ പറയും. അങ്ങനെ വെറുതെ ഫ്രണ്ട്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിപ്പിക്കാൻ നോക്കും. അങ്ങനെ ഉള്ളു. ഈ അച്ഛൻ എന്ന കഥാപാത്രം രണ്ടാമത്തെ അച്ഛനിലുള്ള ഏറ്റവും ഇഷ്ടമുള്ള സ്വഭാവം എന്താണ് ഈ സിനിമയില്? സിനിമയില് ക്യാരക്ടറായിട്ടാണോ അതോ? ക്യാരക്ടറായിട്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ക്യാരക്ടറിന്റെ പേര് മിന്ന എന്നാണ്. അപ്പൊ മിന്നയ്ക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഉടനെ തന്നെ മിന്ന പോയി ചോദിക്കുന്നത് മിന്നയുടെ അച്ഛൻ്റെ അടുത്താണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മിന്നയ്ക്ക് ഫ്രീ ആയിട്ട് പോയി ചോദിക്കാൻ പറ്റുന്ന ഒരാൾ മിന്നയുടെ അച്ഛനാണ്. മിന്നയുടെ അച്ഛനാണ്. നമ്മുടെ ഒറിജിനൽ അച്ഛൻ്റെ അടുത്ത് സംശയങ്ങൾ ചോദിക്കാറില്ലേ? ഒത്തിരി സംശയങ്ങൾ മാത്രമേ ചോദിക്കാറുള്ളൂ? സംശയങ്ങൾ മാത്രമല്ല, ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങളും കാര്യങ്ങളും ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളും, ഇപ്പൊ ഈ ഇന്റർവ്യൂ കഴിഞ്ഞാൽ തന്നെ ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി പറയും, ഓക്കെ അച്ഛൻ ഇന്നതൊക്കെ നടന്നു. പക്ഷെ അച്ഛനിപ്പോ വീട്ടിൽ പോയി, കാരണം അച്ഛന് എന്താണ് അച്ഛൻ്റെ കമ്പനിയിലേക്ക് പോകണം ഒരു അത്യാവശ്യത്തിന്. അപ്പൊ അമ്മ വന്നു. അമ്മയുടെ അടുത്താണ് കൂടുതൽ സംശയങ്ങൾ ചോദിക്കുന്നത്, അച്ഛൻ്റെ അടുത്താണ് ചോദിക്കാറുള്ളത്? രണ്ടുപേരുടെ അടുത്തും. ഏറ്റവും കൂടുതൽ മറുപടി തരുന്ന ആരാണ്? ചോദ്യം മാത്രമല്ല, മറുപടിയും കിട്ടണമല്ലോ. രണ്ടുപേരും. ഒന്നും വിട്ടുതരില്ല അല്ലേ? ഇല്ല. വേറെ സംഭവം പറയൂ, പേടി കാര്യങ്ങൾ നിങ്ങളിങ്ങനെ പറഞ്ഞില്ല, ആലോചിച്ചു കിട്ടിയാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത്, കവടിയാർ ഒരു വീടിൻ്റെ അടുത്ത് ഒരാൾ ടയറിട ആത്മഹത്യ ചെയ്തു. ഞാൻ അതൊരു പോകുമ്പോൾ പുള്ളി തൂങ്ങി നിൽക്കുന്നു. ഞാൻ പേടിച്ചു, എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് എന്നെ സുഖമില്ലെന്ന് അറിഞ്ഞപ്പോൾ പുള്ളി പേടിച്ചിട്ട് കണ്ട് പുള്ളി തൂങ്ങിച്ചതാണ്. ശരി, ഞാൻ പാവം നല്ല മനുഷ്യൻ പോയി. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് രാത്രി 10:30 മണിക്ക് ഞാൻ അവിടെ പോയിട്ട് വണ്ടിയിൽ എൻ്റെ വീടിൻ്റെ അങ്ങോട്ടുള്ള ഇറക്കത്തിൽ പോകുമ്പോൾ അയാൾ നേരെ സ്കൂട്ടറിൽ ഓപ്പോസിറ്റ്. ഞാൻ കാറിനകത്താണ്. ഞാൻ നോക്കുമ്പോൾ അയാൾ എന്നെ നോക്കി ചിരിക്കുകയും കൊടുത്തു. എൻ്റെ ദൈവമേ, മരിച്ചു ഒരു സ്കൂട്ടർ പഠിക്കുന്നത്. ഞാൻ ആകെ തകർന്നിട്ട് അന്ന് രാത്രി മുഴുവൻ ഞാൻ കിടന്നാണ്, ഇത് എങ്ങനെ സംഭവിച്ചു? 10:30 മണിക്ക്, അവർക്ക് 12 കഴിഞ്ഞല്ലേ ഇറങ്ങാൻ ടൈം. എന്താണ് ഞാൻ ആകെ പേടിച്ച്. പക്ഷേ പിറ്റേ ദിവസം എനിക്ക് നേരം വെളുത്താൽ മതി ആ കടയിൽ പോകണം. ഞാൻ കടയിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു അസിസ്റ്റന്റ് പോയി, ഞാൻ പറഞ്ഞു മറ്റേ ഇദ്ദേഹം നാളെ മരിച്ചു പോയില്ലേ സംഭവം? മരിച്ചു പോയില്ലേ സംഭവം? ഞാൻ ഇന്നലെ രാത്രി ഞാൻ സ്കൂട്ടറിൽ പോകുമ്പോഴത്തേക്കും എൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ വണ്ടി, ഞാൻ പേടിച്ചു, അത് ചോദിക്കാൻ വന്നതാണ്. അപ്പോൾ അണ്ണാ വിളിക്കുമ്പോൾ അയാൾ അകത്തുനിന്ന് ഇറങ്ങി വരും. അപ്പോൾ ഞാൻ വീണ്ടും കിടങ്ങി, ഞാൻ ഇതെന്ത് പറ്റി? ഞാൻ അന്ന് ഇവിടെ കണ്ടതല്ലേ?
അവർ ട്വിൻസ് ആയിരുന്നു. ഇദ്ദേഹം മരിച്ചപ്പോൾ നാഗർകോവിലെ ബ്രാഞ്ച് ക്ലോസ് ചെയ്തിട്ട് പുള്ളി ഇവിടെ വന്നത്. ഒരാളെ കൊല്ലം ഇതുപോലെ സ്കൂട്ടറിൽ വരുന്നത് നടന്നാണ്. എന്നാലും ചോദിക്കുക ഇങ്ങനെയുള്ളൂ ഇതിന്റെ പുറകിലെ റിയാലിറ്റിയിലോട്ട് പോകുമ്പോൾ. പക്ഷെ കാണുന്നവന് ആ സമയത്ത് ഒരു ഭയം ഉണ്ടല്ലോ, ഭയങ്കര. ഇനി വേറെ ഒന്നുമുണ്ട്, ഞാൻ മീശ പിടിച്ചിട്ട് യക്ഷിയായിട്ട് അഭിനയിച്ച പടമുണ്ട്, അരവമണി സാറിന്റെ പടം, നമ്മുടെ സുരേഷ്. വെള്ളിയാഴ്ച തോറും എനിക്ക് ഇവിടെ ചില പൂജകൾ ചെയ്യണ ഒരു പാട്ട്, വെള്ള സാരി വെള്ള. ഞാനും ജഗദീഷും മുകേഷും കൂടെ ട്രോളിയിൽ പോകുന്നു, പുകയൊക്കെ ഇട്ട് യക്ഷിയായിട്ടും അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. ഒരു തെങ്ങും തോപ്പിന്റെ ട്രിവാൻഡ്രത്താണ് എടുത്തത്. മറ്റേ പേടിയുള്ള കഥാപാത്രം നമ്മൾ അഭിനയിച്ചിട്ടുണ്ട്. അതാണ് ഈ പേടിപ്പിക്കുന്ന കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അതെ. ഈ രാജേട്ടൻ ഈ ഓരോ സിനിമകളിൽ നിന്നും ഓരോ കഥാപാത്രം, ഒത്തിരി സിനിമകളായല്ലേ. രാജേട്ടൻ എന്നും മനസ്സിൽ ഇഷ്ടപ്പെട്ട് ഓർത്ത് വെക്കുന്ന ഒരു കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞാൽ ഒത്തിരി ഉണ്ടെന്ന് ചിലപ്പോൾ പറയും, പക്ഷെ എങ്കിലും ഒരു കഥാപാത്രം ഉണ്ടാവുമല്ലോ. അല്ല, എന്നാലും ഞാൻ പറയുന്നത് എനിക്കൊരു എന്താ ഒരു സിനിമയിലേക്ക് ഒരു എല്ലാം ആയത് മണിയമ്പിള്ള എന്നുള്ള സിനിമയാണ്. ആ സിനിമയിൽ അഭിനയിച്ച ആ കഥാപാത്രത്തിന്റെ പേരും കൂടെ എൻ്റെ കൂടെ വന്നു. അത് വെച്ചിട്ടാണ് പിന്നെ ബാക്കി സിനിമയായിട്ട് ജീവിക്കുന്നതും സിനിമ എടുത്തതും ഞാൻ ഇവിടം വരെ വന്ന് നിങ്ങളുടെ മുമ്പേ ഇരിക്കുന്നത്. അപ്പോൾ ആ കഥാപാത്രത്തിനെ മറന്ന് വേറൊരു കഥാപാത്രത്തിനെ പറയുന്നത് തികച്ചും നന്ദികേടായിരിക്കും. അത് തന്നെയാണല്ലേ, സത്യം. അത് തന്നെയാണ് ഇന്ന് വരെയും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്നത്. അത് സൂക്ഷിക്കണമല്ലോ, മരണം വരെ. ഇപ്പം സിനിമകൾ എത്രയാന്ന് പറഞ്ഞില്ല, ഇപ്പം പുതിയ സിനിമയിലേക്ക് പോയിരിക്കുകയാണ്, ആ ലുക്കിലാണ് ഇരിക്കുന്നത്. അതെ, ലാലേട്ടനും നിങ്ങൾ ഒരാഴ്ചേട്ടനും അഭിനയിക്കാൻ 12 വർഷത്തിന് ശേഷം മറ്റാന്ന് എനിക്ക് തോന്നുന്നു. 13 വർഷമായി. 13 വർഷം ഞാനാണ് അഭിനയിച്ചത്. അതാണ് ലാസ്റ്റ് അഭിനയിച്ച ഒരു 13. ശോഭന അഭിനയിച്ചിട്ട് 19 വർഷമായി. അത് പിന്നെ പോട്ടെ, അവര് ഞാനൊക്കെ എന്നും മോഹൻലാലിന് മെസ്സേജ് അയക്കും, ഫ്രണ്ട്ഷിപ്പാണ്, കാര്യങ്ങൾ എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴും എൻ്റെ ഒരു ടേക്ക് ഓഫ് ടൈമിലുള്ള യാതന ഉണ്ടല്ലോ, അന്ന് നമ്മൾ ഓരോ വീടുകളിലും ആൽബമായിട്ട് പോയി കഴിയുന്നത് ഡയറക്ടേഴ്സിൻ്റെയും ഒക്കെ വേണ്ടി എന്തെങ്കിലും ഒരു ചാൻസ് തരണം എന്നിട്ട്. അതിൻ്റെ തിത്താനും മുമ്പ് അങ്ങനെയാണ് തമ്പി സാറിൻ്റെ അവിടെ വന്നതും കിട്ടി വന്നത്. പക്ഷെ ഞാൻ ഒന്ന് മണിയമ്പിള്ളയൊക്കെ വന്നതിന് ശേഷം, ഒന്നും അനക്കം വെച്ചതിന് ശേഷം പിന്നെ ഇന്നേ വരെ ഒരു മനുഷ്യർക്ക് ഞാൻ ചാൻസ് ചോദിച്ചിട്ടില്ല. കാര്യം ഞാൻ അഭിനയിക്കും, ഇതാണ് എൻ്റെ റേഞ്ച് എന്ന് അവർക്കറിയാം. ആവശ്യമുണ്ടെങ്കിൽ അവർ വിളിക്കുമല്ലോ. അവരെന്നെ വിളിക്കാതിരിക്കുന്നത് അത് എന്നെ അതിനകത്ത് ആവശ്യമില്ലാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ചെയ്യാൻ എന്നെക്കാളും ബെറ്ററായിട്ട് വേറെ ഒരുപാട് പേരുണ്ടെന്നുള്ളത്. അപ്പോൾ അതിനെനിക്ക് പരാതിയില്ല, ഒന്നുമില്ല. അതാണ് ഇപ്പോഴും ഈ തരുൺമൂർത്തി എന്ന പടത്തിൽ ഉഗ്രൻ റോളാണ്, ത്രൂ ഔട്ട് മോഹൻലാലിനോട് വരുന്ന റോളാണ്. എനിക്ക് ഭയങ്കര സന്തോഷം. മോഹൻലാലിന് പറഞ്ഞ മോഹൻലാൽ 13 വർഷം എവിടെ ഞാൻ എനിക്കിരുന്ന് ചുമ്മാ ചിന്തിക്കാൻ സമയമുണ്ട്, നിങ്ങൾക്കതില്ല. നിങ്ങൾ അങ്ങനെ ഓരോ നിമിഷവും പിന്നെ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ കാര്യം. ഈ രാജേട്ടൻ പറഞ്ഞു ചോദിക്കാറില്ല എന്ന് പറഞ്ഞു, എങ്കിലും ഇത്ര ഒരു ഫ്രണ്ട്ഷിപ്പാണ് നിങ്ങൾ ആഴത്തുള്ള ഫ്രണ്ട്ഷിപ്പ്. അദ്ദേഹം ഒത്തിരി പടം നിർമ്മിച്ചിട്ടുണ്ട്, അദ്ദേഹം കമ്പനി, അദ്ദേഹം അഭിനയിക്കുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും ചിന്തിച്ചോ എന്താണ് എന്നെ വിളിക്കാത്തതെന്നൊരു ചിന്താഗതിയെല്ലാം വന്നിരുന്നു മനസ്സിൽ? ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല. പക്ഷെ ഞാൻ സിനിമ എടുക്കുമ്പോഴത്തേക്കും, എൻ്റെ എല്ലാ സിനിമ എടുക്കുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഡയറക്ടർക്ക് പറയുന്ന സംഭവമുണ്ട്. ഈ പടം വരെ ഗൂ എന്നുള്ള സിനിമ ഞാൻ എൻ്റെ ഡയറക്ടർക്ക് പറയും, ഇതെൻ്റെ സ്വന്തം പടമാണ്, നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുന്നത്, എനിക്ക് വേഷമില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഒരു സീനെങ്കിലും നിങ്ങൾ കുഞ്ചന് കൊടുത്തിരിക്കണം, ഞങ്ങൾ അത്ര ഫ്രണ്ട്സാണ് 1978. ഇനി അഥവാ ഒരു സീനേ ഉള്ളെങ്കിൽ എന്നെ കട്ട് ചെയ്യുക നിങ്ങൾ അങ്ങനെ, ഞാൻ എൻ്റെ പ്രൊഡ്യൂസർ ഉണ്ടല്ലോ ആയിട്ടുണ്ടല്ലോ, കുഞ്ചന് കൊടുക്കണമെന്നാണ്. അത് എല്ലാ പടത്തും ഞാൻ വലിച്ചിട്ടുണ്ട്. മഹേഷും മാരുതി ഒരു പടത്തിൽ മാത്രം പുള്ളിക്ക് അന്ന് തിരക്കായോണ്ടോ അതിൽ ഏതാണ്ട് ബുദ്ധിമുട്ടാണെന്നോ മാറിയാണ്, ബാക്കി എല്ലാ പടത്തിലുണ്ട്. അതൊരു ഒരു വല്ലാത്തൊരു ആത്മബന്ധമാണല്ലേ? ആത്മബന്ധമാണ്. ഞാൻ 1977 കോടമ്പക്കത്ത് ഉമ്മാലോജിൽ ചാൻസിന് വേണ്ടി ഒന്ന് താമസിക്കുമ്പോൾ കൊച്ചിൻ അനീഫ അപ്പുറത്ത് കമ്മൽ അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞന് അനീഫ എന്നെ പരിചയപ്പെടുന്നത്. അന്ന് തൊട്ട് ഞങ്ങൾ ഫ്രണ്ട്സാണ്. പുള്ളി എൻ്റെ അടുത്ത് പറയും, നമ്മുടെ RS പ്രഭുവിൻ്റെ പടത്തിൽ ഒരു ജോലിക്കാരൻ്റെ വേഷമുണ്ട്, എന്നെ വിളിച്ചതാണ്. പക്ഷെ ഞാൻ മൈസൂർ പോകുന്നുണ്ട്, എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല. രാജു ചെയ്യും, അല്ല രാജു അല്ല, സുധീർ പോയി ചെയ്യും, അന്ന് വിളിക്കുന്നതാണ്. സുധീർ പോയി ചെയ്യും, ഒരു 100 രൂപ 150 രൂപ അത്രയും ആയില്ലേ. അങ്ങനെ ഞാൻ അത് പോയി ചെയ്തിട്ടുണ്ട്. അന്നത്തെ അങ്ങനെയായിരുന്നു റേറ്റ്, 100, 150, 250. ആദ്യം ഒരു എന്താ ഒരു 4 ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ 1000 രൂപ മാളിക പണിയെന്നുള്ളൊരു പടത്തിലാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ പിന്നെ കുഞ്ഞിനെ നിങ്ങൾ ലൊക്കേഷൻ വിട്ടിരുമ്പോൾ ഞാൻ ഇപ്രാവശ്യം വന്നിട്ട് ഇങ്ങനെ ഇന്നൊരു സ്ഥലത്ത് ഷൂട്ടിങ്ങിന് വരും. അപ്പോൾ അവിടുന്ന് തനിക്ക് നന്നായിട്ട് ചേരും തോന്നുന്ന ഒരു ബനിയൻ വാങ്ങിച്ചോണ്ടിരും, ഒരു ബനിയൻ, എനിക്ക് ബുദ്ധിമുട്ടുള്ള സമയമല്ല, ഒരു ബനിയൻ വാങ്ങിച്ചോണ്ടിരും. പിന്നെ നമ്മൾ ഫ്രണ്ട്സ് ഇപ്പം കുഞ്ഞൻ കല്യാണം കഴിക്കുന്നത് ഒരു ഏപ്രിൽ 27-നാണെങ്കിൽ മെയ് 28-നാണെങ്കിൽ ഞാൻ മെയ് 27, ഒരു മാസം ഡിഫറൻസാണ്. അപ്പോൾ ഇപ്പോഴും കുഞ്ഞൻ്റെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും, ഞാൻ എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും അലംഭാവെല്ലാം കാണിച്ചാൽ എൻ്റെ വൈഫ്, അച്ഛനും മറ്റു വേറെ സഹോദരി സഹോദരനല്ല, ഒറ്റ മോളാണ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് കുഞ്ഞൻ്റെ വിളിക്കും, കുഞ്ചേട്ട അല്ലെങ്കിൽ ശോഭ ചേച്ചി എന്നൊക്കെ വിളിച്ച് പറയും. അതുപോലെ അവിടെയും ഇതാണ്, അവർക്ക് 2 പെൺമക്കൾ, നമുക്ക് 2 ആൺമക്കൾ. ഞങ്ങളുടെ ഫാമിലി ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. അപ്പം ഫ്രണ്ട്ഷിപ്പുകളൊക്കെ ഉണ്ട് സിനിമയിൽ. വളരെ ചുരുക്കമാണ്, പക്ഷെ ഉള്ളത് ആത്മാർത്ഥമായിട്ടുള്ളതായിരിക്കും. അതെ, അതാണ് അതിൻ്റെ വ്യത്യാസം. ഇതൊരു അല്ലേ, ഇതെന്ന് വെച്ചാൽ ഇപ്പം രാജേട്ടൻ ചാൻസ് ചോദിച്ചു പോകാറില്ല, പക്ഷെ അദ്ദേഹം വെക്കുന്ന ഒരു അതാണ് കേട്ടോ. ഇപ്പം എൻ്റെ എല്ലാ സിനിമയിലും ഇദ്ദേഹം വേണം, കുഞ്ചൻ ചേട്ടൻ വേണം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആരെയും ചിന്തിക്കുന്നുണ്ടോ? ഇല്ല.
മാർക്കറ്റ് മറ്റേ അതിനടക്കി വിളിക്കുമെന്ന് പറയുന്നു. അല്ല ഇപ്പോഴത്തെ കാലഘട്ടം ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ഓർമ്മയില്ല, എനിക്ക് പറ്റാത്ത വേഷം കുഞ്ഞും പറഞ്ഞിട്ട് ആ സീന് പോയി ചെയ്യണം. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ? ഇല്ല, നമ്മൾ അത് നടക്കില്ല, ആരും പറയില്ല. അപ്പോൾ പറയാൻ പറ്റില്ലാത്തൊരു കാലമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അതൊക്കെയാണ് എനിക്ക് ഞാൻ പറയാം, എനിക്ക് എന്താ പറയുക, പരാതി ഇപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ വിളിച്ചു പറഞ്ഞു നമ്മുടെ ഒരു കസിൻ വരുമെന്ന്, രാജു വന്ന് സംസാരിക്കണം. പുള്ളി ഞാൻ ചോദിച്ചാൽ എന്താ വേണ്ടത്, എനിക്ക് ലാലേട്ടൻ്റെ ഒരു കഥ പറയണം. നിങ്ങൾ വന്ന സമയം ബെസ്റ്റാണ്, പുള്ളി ഇവിടെ ഗോൾഫ് ലിങ്സിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാർ. വാ വണ്ടി കയറ്റുന്നു, അവിടെ ഹലോ എന്നുള്ള പടത്തിൻ്റെ ഷൂട്ട് ചെയ്തു. ഞാൻ ചെന്ന് ലാലിനെ പരിചയപ്പെടുത്തും. ഞാൻ നല്ലൊരു കഥയുണ്ടെന്ന് വന്ന് കേട്ടു. ലാലിന് അതിനെന്താ അവിടെ ഇരുന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ലാല് കേൾക്കാറുണ്ട്. എന്ത് ഇതിൻ്റെ പടത്തിൻ്റെ തന്നെ ആദ്യത്തെ നറേഷനും നിങ്ങൾ ട്രെയിലറിലും കേട്ടിരിക്കും. അതൊക്കെ ആ ഫ്രണ്ട്ഷിപ്പ് എന്നും വിളിക്കും കാര്യം. അന്നും അങ്ങനെ തന്നെ. അപ്പോൾ ലാലിൻ്റെ ഞാൻ പറഞ്ഞു കഥ കേട്ടിട്ട് പുള്ളി പറഞ്ഞു ഞാനിപ്പോൾ ഷാജി കലാസിൻ്റെ പടത്തിൽ പോലീസ് ഇൻസ്പെക്ടറുടെ വേഷമാണ് ചെയ്യുന്നത് സംഭവം. അപ്പോൾ അത് ഉടനെ ഒരു യൂണിഫോം ആയിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞു. പിന്നെ ആ ആൾ പോയിട്ട് ആ പടം പൃഥ്വിരാജിനെ വെച്ച് ഇൻസ്പെക്ടറായിട്ട് ചെയ്ത് ഹിറ്റായി. പിന്നെ അതിന് ശേഷം അങ്ങനെ കുറേ പടങ്ങൾ ചെയ്തു. മോഹൻലാലിനെ വെച്ച് തന്നെ ദൃശ്യം 1, ദൃശ്യം 2 ഒക്കെ ചെയ്തതാണ് ജിത്തു ജോസഫ്. ഇത്രയും പടമായി. എന്നെ മോഹൻലാലിനെ കൊണ്ട് പരിചയപ്പെടുത്തിയ ആളാണെന്ന് പറഞ്ഞാൽ ചാൻസ് തന്നിട്ടില്ല, ഞാൻ അയാളുടെ ചോദിക്കാനും പോയിട്ടില്ല. എന്നെങ്കിലും ഒരു കാലത്ത് ജിത്തു ജോസഫിൻ്റെ ഒരു പടത്തിൻ്റെ വേഷം വരുമ്പോൾ വിളിക്കുമായിരിക്കും. അല്ലാതെ ഞാൻ അയാളെ ശത്രുവായിട്ട് കാണുക, അയാളെ കാണുമ്പോൾ എന്നാ പിന്നെ വന്നിട്ടുണ്ട് എന്നുള്ള അയാളെ കാണുമ്പോൾ ഞാൻ ഡയറക്റ്റ് നമ്മൾ റെസ്പെക്ട് ചെയ്യാറുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. പക്ഷെ ഒരു പടത്തിലും പുള്ളി വിളിച്ചിട്ടില്ല. അന്ന് ആദ്യ കാലത്ത് ചാൻസ് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് ഹരിഹരൻ സാറിൻ്റെ അടുത്താണ്. ഹരിഹരൻ സാറെന്ന് വെച്ചാൽ അന്ന് ലേഡീസ് ഹോസ്റ്റൽ കോളേജുകൾ കോമഡി പടങ്ങൾ എടുക്കുന്ന ആളല്ലേ. ഞാൻ അദ്ദേഹത്തിൻ്റെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു പടത്തിലും ചാൻസ് തന്നിട്ടില്ല. പക്ഷേ എന്നെ എവിടെ വെച്ചിട്ടുണ്ടല്ലോ വലിയ കാര്യമാണ്. രാജു ഒന്ന് തോളി കേട്ട് ഞാൻ അയാളുടെ മറ്റേ പടം കണ്ടു, നമ്പൂരി വേഷം, ഭാഷ ഒക്കെ നന്നായി എന്നെ അപ്രീഷിയേറ്റ് ചെയ്യും. പിൽക്കാലത്ത് ഞാൻ ഇടയ്ക്ക് ഏതോ ഇൻ്റർവ്യൂ പറഞ്ഞു ഇനി സാറിന് എന്നെ അഭിനയിക്കാൻ വിളിക്കാൻ പറ്റില്ല. കാര്യം അദ്ദേഹം അന്ന് ഇറങ്ങിയ പടം പഴശ്ശിരാജയാണ്. അതിനകത്ത് 1000 പടന്മാരുണ്ടായിരുന്നു. വേണമെങ്കിൽ എനിക്കൊരു വേഷം തരായിരുന്നു. അദ്ദേഹം തരൂല്ലെന്ന് പറഞ്ഞു. പുള്ളി അത് കേട്ടെന്ന് പറഞ്ഞു. എന്നെ കാണുന്ന സന്തോഷം. മലയാളത്തിലെ ഏറ്റവും വലിയ ഡയറക്ടർ നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ഡയറക്ടറില്ലേ, അദ്ദേഹത്തിൻ്റെ പോലും എനിക്ക് പരിഭവമില്ല, പരാതിയില്ല. പക്ഷെ പരാതികളില്ല എന്നുള്ളത് സത്യമാണ് രാജേട്ടൻ പറയുന്നത്. സങ്കടമുണ്ട്, അതാണ് അവിടെ ആ വാക്കുകളിൽ നിന്നും ഉണ്ട്, സങ്കടമുണ്ട്, ഉറപ്പായിട്ടും വാക്കുകളിൽ നിന്നും ഉണ്ട്. ഇപ്പൊ ജിത്തു സാറിന്റെ കാര്യം ഇതൊക്കെ പറയുമ്പോൾ വാക്കുകളിലുണ്ടത്, സങ്കടം മനസ്സിൽ ഇട്ടുകൊണ്ട് തന്നെയാണ് ഈ പരാതി ഇല്ല എന്ന് പറയുന്നത്. അതല്ല, നമ്മൾ സിനിമയിൽ ഞാൻ പറഞ്ഞു എൻ്റെ അതിൻ്റെ മറു സൈഡിലുള്ള ഒരു അർത്ഥം കിടക്കുന്നത് വെച്ചാൽ സിനിമയിൽ നമ്മൾ ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും, നമ്മൾ ചെയ്യും എന്നുള്ള അല്ലാതെ നമ്മളെ ഇപ്പം അയാൾ വിളിച്ചു കളയാൻ അടുത്ത പടത്തിൽ ഒന്നും വിചാരിക്കുകയും ചെയ്തത്. എന്തിനു വെറുതെ വിളിച്ചാൽ നമുക്ക് വിഷമം വരും, അത് വേറെ കാര്യം. പക്ഷെ നമ്മളെന്തിനു ഇതൊക്കെയാണ് എക്സ്പീരിയൻസ് അല്ലേ? അങ്ങനെയൊക്കെ ഇപ്പോഴത്തെ ഇപ്പൊ ഈ ഇന്റർവ്യൂ കാണുമ്പോൾ എൻ്റെ മോൻ നിരക്ക് എന്നെ തീർച്ചയായിട്ടും വഴക്ക് പറയും. അച്ഛൻ ഈ വായി മുച്ചനുണ്ട്, അവളെ ചെന്ന് ജിത്തു ജോസഫിന്റെ കാര്യമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഒരു പടത്തിൽ ഒന്ന് ഇല്ലാതാക്കിയില്ലേ, അച്ഛൻ ഇല്ലാതാക്കിയില്ലേ, എന്നെ കൂടെ വിളിക്കുന്നതല്ല അച്ഛൻ ഇല്ലാതാക്കിയില്ലേ എന്നൊക്കെ പറയും. പക്ഷേ ഞാനത് ബോധമില്ല. ഇത് പറയുമ്പോൾ എനിക്കൊരു സമാധാനം എനിക്ക് സുഖമായിട്ട് വേണം, വേറെ കുഴപ്പമില്ല. അദ്ദേഹത്തിന്റെ വേറെ കാര്യമുണ്ടോ, അദ്ദേഹം ചെയ്ത എല്ലാ പടവും ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഉഗ്രം, താങ്ക് യു ചേട്ടാ എന്ന് പറയും. എല്ലാ പടവും ഉഗ്രം പടങ്ങളാണല്ലോ, നേര് വരെ എല്ലാ പടവും കണ്ടിട്ട് അന്ന് ഞാൻ വിളിക്കും. ഇത് മാത്രമല്ല, എനിക്ക് ഏത് ഡയറക്ടർ പടം കണ്ടാലും പരിചയമില്ലെങ്കിലും ഞാൻ ഡയറക്ടർ നമ്പർ എടുത്ത് വിളിക്കും. നന്നായിരിക്കുന്നില്ല കാര്യം നമ്മുടെ ഒരു അപ്രിസിയേഷനാണ്. അല്ലാതെ അതിൻ്റെ ഇടയിൽ ഒരു മണിയില്ല ഏട്ടാ, അതില്ല, പേരിലേ ഉള്ളൂ മണിയമ്പിള്ള, മണിയടിയില്ല, പേരിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ രാജേട്ടൻ പറയുമ്പോഴും അത് തന്നെയാണ്. രാജേട്ടൻ ഇപ്പോഴും വീണ്ടും അത് ആവർത്തിക്കും. രാജേട്ടൻ ഏറ്റവും ആഗ്രഹിച്ച ഒരാളായിരുന്നു എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കാൻ. ജിത്തു സാറിന്റെ കൂടെ ഏറ്റവും ആഗ്രഹിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. അവരെ സംസാരിച്ച് അല്ലേ? അതെ, ചിലപ്പോൾ അങ്ങനെ മനസ്സിൽ എനിക്ക് ഒരു ക്യാരക്ടർ വരാത്തോണ്ടായിരിക്കാം, അല്ല ഇങ്ങനെ തുറന്നു പറയണമെങ്കിൽ അത് തന്നെ അല്ലേ? അത് ഞാൻ എടുത്തു വെക്കുമ്പോൾ പറഞ്ഞെങ്കിൽ നിങ്ങൾ ഇത് ഹെഡിങ് വെച്ചൊക്കെ അടിക്കുകയും ചെയ്യാം എല്ലാം ഉണ്ട്. എനിക്ക് ഞാൻ പറഞ്ഞത് സത്യസന്ധ കാര്യമാണ്, ഹൃദയം. അല്ല അങ്ങനെ ചീത്ത പറയോ ഒന്നും പറയുന്നില്ല. നമ്മുടെ ആഗ്രഹമാണ്, ഉണ്ടാകട്ടെ, അതൊക്കെ ഉണ്ടാകാൻ പോയി ചെയ്യും. അല്ലാതെ എന്നെ വിളിച്ചില്ല ഇത്രയും നാൾ ഒന്നുമില്ല, അപ്പം പോയി ചെയ്യും. സാർ ഏതാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് ചെയ്യാത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാകട്ടെ. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് സംസാരിക്കാൻ, നമുക്ക് രാജേട്ടന്റെ സംസാരം കേൾക്കാനാ പ്രിയമായ അല്ലെ? ഇങ്ങനെ ചില സ്ഥലങ്ങൾ ആളുകൾ ഇരിക്കുമ്പോഴായിരിക്കും കൂടുതൽ സംസാരിക്കാൻ. എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേരുമ്പോഴേ സംസാരിക്കാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ കാരവൻ ഇല്ലാത്ത കാലത്ത് വന്നവരാണ്. നമ്മളെല്ലാം ഒന്നിച്ചിരുന്നിട്ട് ഇതുപോലെ തമാശകൾ പറയും.
ഈ ചെയ്ത സീനുണ്ടല്ലോ അതിനകത്ത് ഇങ്ങനെ ചെയ്ത് നീ വരുമ്പോൾ ഞാൻ വേറൊരു ഡയലോഗ് പറയട്ടെ എന്നിട്ട് ഞങ്ങൾ ആ ഷോട്ടില്ലാത്ത പിന്നെ ഇമ്പ്രവൈസ് ചെയ്യാറുണ്ട്, തമാശ പറയും. അപ്പം ഞാൻ ഇങ്ങനെ ഒരു സംഭവം ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. മോഹൻലാൽ തന്നെ പറയും മറ്റേ നമുക്ക് അങ്ങനെ ചെയ്യാം, അങ്ങനെ രസകരമായ. ഇപ്പം അവരവരുടെ വർക്ക് കഴിഞ്ഞാൽ അവരൊരു കാരവനിൽ പോകും, പിന്നെ ഫ്രഷ് ആയിട്ട് അടുത്ത ഷോട്ടിനാണ് വരുന്നത്. നമ്മൾ ഈ പടത്തിൽ നിങ്ങൾ നോക്കണം, ഈ ദേവനന്ദരുടെ വേറെ 3-4 ചിമ്മിട്ട് പിള്ളേർ അഭിനയിച്ചിട്ടുണ്ട്, എല്ലാവരും ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അത് പടം കാണുന്നത് മനസ്സിലാവും. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ 5 ദിവസം വർക്ക്ഷോപ്പ് വെച്ചു. വർക്ക്ഷോപ്പിൽ ദേവനന്ദല്ലേ ഞാനും എല്ലാവരും കൂടെ ബോണ്ടാകാൻ വർഷാപ്പ്. അതിനകത്ത് ഇവരെല്ലാം കസിൻസ് ഇല്ല, പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കസിൻസ് ഒക്കെയാണ്. ഇവർ നിരഞ്ജും എല്ലാം കൂടെ അവിടെ വന്ന് അങ്ങ് ഭയങ്കര ഫ്രണ്ട്ലി ആയി. ഭയങ്കര ഇവർക്കൊരു ആക്ടിങ് ക്ലാസ് കൊടുത്തു. അതുകൊണ്ട് എന്ത് പറ്റി, രാവിലെ ഷൂട്ടിംഗ് റെഡി എന്ന് പറയുമ്പോൾ ഇവരെല്ലാം അപ്പോഴേ ഫ്രണ്ട്സാണ്. അത് ഞാൻ പറയുന്നത് ഇവർ ഭയങ്കര രസമാണ്. നമുക്ക് മനസ്സിനുള്ള കുഞ്ഞൊരു പേടിയുണ്ട്, എല്ലാവരും ഒറ്റയ്ക്ക് പോയിരിക്കണം. അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് ചേർന്നേ ഇരിക്കുള്ളൂ. ഇവരൊക്കെ ഭയങ്കര കമ്പനി ആയിപ്പോയി അത്ര. അതുകൊണ്ട് പടത്തിൽ അവരുടെ പെർഫോമൻസ് കാണാൻ ഇവർ ഒന്നിച്ച് നിൽക്കുന്നുണ്ട്. ഇവർ എത്രയോ കൊല്ലമായിട്ട് ഒത്തിരി വ്യത്യാസം ഇപ്പോഴത്തെ ഒരു കാലഘട്ടവും അന്നത്തെ കാലഘട്ടവും മാറ്റുമ്പോൾ. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ക്യാരവാൻ വേണം, നിർബന്ധമായ കാലഘട്ടമാണ്. മൊബൈൽ ഫോട്ടോയും കാര്യങ്ങളും അത് നിർബന്ധമാണ് എന്ന കാര്യത്തിൽ നമ്മൾ ഷൂട്ടിംഗ് മുമ്പ് അടുത്തൊരു വീട്ടിൽ പോയിട്ടാണ് ലേഡീസ് ഡ്രസ്സ് മാറുന്നത്, അടുത്തൊരു വീടിന്റെ പെർമിഷൻ. ഇപ്പൊ എന്ത് ധൈര്യത്തിൽ നമ്മൾ കൂടെയുള്ള ലേഡീസിനെ വിടും. ഏതൊക്കെ വീട്ടിൽ ഏതൊക്കെ മുറിയിലാണ് ക്യാമറ വെച്ചേക്കെന്ന് അറിയില്ല. ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റിൽ 2 ക്യാമറ വയ്ക്കും, ഇപ്പുറത്തുനിന്ന് സാറ്റുറേഷൻ കൂടെ വെക്കണം, ഫാഷൻ കൂടെ കിട്ടണമല്ലോ, ഫാഷൻ കൂടെ കിട്ടാൻ ബാക്കിൽ നിന്ന് കിട്ടണം വയ്ക്കും. അപ്പോൾ വളരെ റിസ്ക് ആണത്. അപ്പോൾ ക്യാരവനിലാകുമ്പോൾ പിന്നെ ഒരു ഷോട്ട് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരമേ ഉള്ളൂ. ഇയാളെ ചോദിച്ചു 25 കിലോമീറ്റർ ഹോട്ടലിൽ കൊണ്ടുപോകേണ്ട ആർട്ടിസ്റ്റിനെ. അയാൾ അവിടെ കിടന്നോളൂ, അയാൾക്ക് അവിടെ മേക്കപ്പ് ചെയ്യാം, അയാൾക്ക് അടിക്കടി ടോയ്ലറ്റിൽ പോകണം എന്നുള്ളവരൊക്കെ ഉണ്ട്, അതിനകത്ത് പോകാം, സൗകര്യമുണ്ട്. ക്യാരവൻ പണ്ടേ ഉണ്ട്, മറ്റേ ഹിന്ദി സിനിമയിലും ബോളിവുഡിലൊക്കെ. ഇവിടെയാണ് നമുക്ക് ലാസ്റ്റിൽ വന്നത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ, ഇനി അതിനുള്ള പണിപ്പുരയിലാണ് ഞാൻ. അതെ, സൂപ്പർ ഹിറ്റ് ആക്കാൻ വേണ്ടി നിങ്ങൾ നോക്കണം. പടം കണ്ടിട്ട് നിങ്ങൾ അന്തം വിട്ട് ഞങ്ങളെ വിളിക്കുകയും ചെയ്യും. ദേവനന്ദയെ മാത്രം വിളിക്കല്, മാത്രമായിട്ട് ഒതുക്കളയില് റൈജുവിനും പിന്നെ എന്നെയും വിളിക്കണം. ഞങ്ങൾ അങ്ങനെ വിളിക്കാൻ രാജോട്ടനെയും വിളിച്ചിട്ടില്ലേ? രാജോട്ടൻ പ്രൊഡ്യൂസേഴ്സ് സിനിമ കണ്ട് നമ്മൾ ആ സിനിമ ഇങ്ങനെയാണ്, എന്തെങ്കിലും പോരായ്മയുണ്ട് ഞങ്ങൾ പേഴ്സണലായിട്ട് സംസാരിച്ചിട്ടുണ്ടല്ലേ, നമ്മൾ സംസാരിച്ചത്. പക്ഷേ ഈ കഥകൾ ഇനി വേറെ സംഭവമുണ്ട്. നിങ്ങൾ ഗൂഗിൾ അഭിനയിക്കാത്ത നന്നായി. ഗൂവിനകത്ത് ഒരു കൊറിയർ ബോയുടെ ഒരു സീക്വൻസ് ഉണ്ട്. അവൻ ഭയന്ന് പോണതും കാര്യങ്ങളാണ് സാധനം വരുന്നത്. ആ സീനെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് പടത്തിന്റെ ഒരു സംഭവം വരാതെ മാച്ച് ആകുന്നിട്ട് കട്ട് ചെയ്തത്. അങ്ങനെ വല്ല നിങ്ങളെ ഇട്ട് അഭിനയിപ്പിച്ചിട്ട് കട്ട് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ കസേര ഉണ്ടാകും. അല്ല വേറെ എന്നെ വിളിച്ചതാണ്, സത്യമാണ്, വിളിച്ചാണ്. അപ്പൊ ആ സമയത്ത് തിരക്കെന്ന് വരാതെ എന്നെ വിളിച്ചതാണ്. ഇങ്ങനെ ഇന്റർവ്യൂ നടക്കും. അത് ഈ കട്ട് ചെയ്യുന്ന സീനാണ് വിളിച്ചിരുന്നത്. അല്ലല്ല, ആ സീനാണ് വിളിച്ചിരുന്നത്. അത് നമുക്ക് അറിഞ്ഞൂടല്ലോ കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്ത് പോവുകയും ചെയ്തു. കട്ട് ചെയ്ത് പോയി. ദൈവം കാത്ത് പോയായിരുന്നു. നിങ്ങളെ നാട്ടുകാരത്തൊക്കെ പറഞ്ഞ് ഊര് ടിക്കറ്റ് എടുത്തെന്ന് കയറുമ്പോൾ ആ സീനില്ല. നമ്മളൊരു പടം എഡിറ്റിംഗ് ടേബിൾ വരുമ്പോൾ നോക്കൂല. തീർച്ചയായിട്ടും ഇത് തിയേറ്ററിൽ എഡിറ്റിംഗിലൊന്നും വളരെ മസ്റ്റായിട്ടിരിക്കുന്ന സ്ഥലം. ഞാൻ ഒരു സ്ക്രിപ്റ്റിനകത്ത് ഇന്റർഫിയർ ചെയ്യാറുണ്ട്, നിൽക്കാറുണ്ട്. ഈ ഡയറക്ഷൻ ചെല്ലുമ്പോൾ ക്യാമറ അങ്ങോട്ട് മാറ്റി ഒന്നും പറയാൻ ഞാൻ പോകത്തില്ല. അത് അവരെ ഇഷ്ടം, ആ ഏരിയയിൽ ഞാൻ പോകത്തില്ല. പക്ഷേ എഡിറ്റിംഗ് റൂമിൽ വരുന്നത് ഞാൻ നോക്കും, ഈ സീൻ ലാഗാണ്, ഈ പറയുന്ന സീക്വൻസ് മുഷീനാണ്, നമ്മൾ പറയുന്നൊരു വർക്കൗട്ട് ആയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അപ്പോൾ നിങ്ങൾ വന്ന് ഇങ്ങനെ ആകെ കട്ട് ചെയ്ത് പോയെങ്കിൽ എന്ത് ചെയ്യാൻ? നിങ്ങൾ എന്നെ വച്ചേക്കുമോ? അല്ല അടിയും നടന്നേനെ. അടി തന്നെ അല്ല, മണിയമ്പിള്ളേർ അതിനെ പീഡനത്തിനകത്താക്കും താമസിയാതെ എന്നൊക്കെ പറഞ്ഞാൽ ന്യൂസ് കൊടുക്കും. ഞാനീ പറയുന്നതിൽ ആവശ്യമില്ലാത്ത കട്ട് ചെയ്ത് കളഞ്ഞ തമാശ കണ്ടു. തമാശ കിടന്ന ഇതൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് കേൾക്കുന്ന തമാശയാണ്. ഇതൊന്നും അങ്ങനെയൊന്നും നമുക്ക് അങ്ങനെ പ്രശ്നമില്ല ചേട്ടാ. ഒരു കാര്യം കൂടി ചോദിച്ച അവസ്ഥയാണ്, ഈ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററെ കുറിച്ചല്ലോ, പുള്ളി വന്നു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് പോലെ കഥ പറഞ്ഞല്ലോ. പക്ഷെ സ്ക്രിപ്റ്റുകൾ മോഷണം പോകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അതുകൊണ്ട് പറയാൻ പറ്റില്ല. ഇപ്പം ബുദ്ധിയുള്ള ഇവരൊക്കെ ചെയ്യിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ എന്ന് സ്ക്രിപ്റ്റ് എഴുതിയോ അന്ന് തന്നെ ഇവരത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വേറെ ആരെങ്കിലും സ്ക്രിപ്റ്റ് എടുത്തിട്ട് എൻ്റെ കഥയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നെ അറിയാമല്ലോ സംഭവം. പിന്നെ ഈ പണ്ടത്തെ മാതിരി എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു നാൾ വരുന്നുള്ള പടത്തിന് ആരോ കൊണ്ടുവന്ന് എൻ്റെ കഥയാണെന്ന് പറഞ്ഞു. അന്നൊരു സ്റ്റേ ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ കോടതിയിൽ പോയിട്ട് സ്റ്റേ മാറി. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഒരു പടം വന്നു കഴിഞ്ഞാൽ കോടതി പറയും അതിൻ്റെ കളക്ഷൻ വന്നോട്ടെ, പിന്നെ നമുക്ക് ഡിസൈഡ് ചെയ്യാമെന്ന് പറയും. ഒരു പടം ഇറങ്ങുന്ന തലേദിവസമൊക്കെ ഫേസ്ബുക്കിൽ താങ്കൾ പ്രൊഡ്യൂസറും കൂടെ ആണല്ലോ, അതുകൊണ്ട് ഒരു കാര്യം കൂടി ചോദിക്കാം. പടം ഇറങ്ങുന്ന തലേദിവസം ഇത് എൻ്റെ കഥയാണെന്ന് ഫേസ്ബുക്കിൽ എടുത്തു, അത് പിന്നീട് ചർച്ചയാകപ്പെടുന്നു, അത് പ്രൊഡ്യൂസറിന് ഭീകര നഷ്ടമുണ്ടാകുന്നു, അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റ് ഇദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണെങ്കിൽ അത് നേരെ കോടതിയിൽ പോകുന്നതിന് പകരം അങ്ങനെയൊക്കെ ചെയ്യുന്നത് പ്രൊഡ്യൂസർ എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് യോജിക്കുന്നത്? അല്ല, അത് ചിലർ അങ്ങനെയുള്ളൊരു വെയിറ്റ് ചെയ്യും. കഥ ശരിക്കും പോയിട്ടുള്ളൊരു വെയിറ്റ് ചെയ്യും. ഈ റിലീസിൻ്റെ തലേന്ന് കൊണ്ടുവന്നിട്ട് കൊങ്ങയ്ക്ക് പിടിക്കും, കാശ് വാങ്ങിക്കാനുള്ള പരിപാടി. അതൊക്കെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് പറയും, കോടതിക്കും അറിയാം സംഭവങ്ങൾ. നമ്മൾ കാര്യമില്ല, ഇതൊന്നും കഥ മോട്ടിക്കേണ്ട ഒരു അങ്ങനെ ഒരു വലിയ സംഭവം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ശരി. ബാറോസിൻ്റെ കഥയല്ല നമ്മൾ മോട്ടിക്കൊണ്ട് പോയത്. നമുക്കങ്ങനെ മോഷണമൊന്നും പരിപാടിയില്ല. ഞാൻ അതുകൊണ്ടാണ് ആരുടെയും കഥ കേൾക്കത്തില്ല. അതിൽ ചിലർ ഞാൻ മൊബൈലിൽ അയക്കട്ടെ എന്ന് ചോദിക്കും, നമ്മൾ വേണ്ട ഞാൻ വായിക്കത്തില്ല എന്ന് പറയും. അല്ല സ്വാഭാവികമായിട്ട് ഇപ്പം
ഞാനിപ്പോൾ ലൊക്കേഷൻ പോകുമ്പോൾ ഇദ്ദേഹത്തെ ക്യാരവാൻ കയറുമ്പോൾ ഒരാൾ കഥ പറഞ്ഞു ഞങ്ങൾ ബന്ധമുണ്ട് ഞാൻ ഇപ്പോൾ ഒരു കഥ കേട്ടു കേട്ടോ പറയും. നമ്മളെല്ലാവരും കഥ കേട്ടത് ഇങ്ങനെ ഉണ്ടാ രസമുണ്ടാ കഥ നമ്മൾ, പക്ഷെ അവിടുന്ന് ചിലപ്പോൾ വേറെ പുറത്ത് പോകാം. ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഫുൾ കഥ പറയാം, നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടിട്ട് എന്നെ ദ്രോഹിക്കാനല്ല, ഇഷ്ടപ്പെട്ടിട്ട് അങ്ങേരെ വിളിച്ച് പറയണം ഇന്നൊരു കഥ കേട്ടോ, അതായത് ആദ്യം ഒരു വണ്ടി ഒന്ന് ഇറങ്ങുന്നു, ഇത് ഫുൾ പറയും. അത് അങ്ങേര് കൊണ്ട് എഴുതി വെച്ച് നാളെ കേസ് കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നും പറഞ്ഞില്ല. അത് അപ്പം നമ്മൾ അങ്ങനെ ചിന്തിക്കാവുള്ളൂ എന്നുള്ളതാണ് അല്ലെ. അതാണ് തീർച്ചയായിട്ടും സ്ക്രിപ്റ്റുകളിലെ മോശം. പിന്നെ തലേ ദിവസം അങ്ങനെയൊക്കെ പറയുമ്പോൾ കൊങ്ങയെ പിടിച്ച് വേറെ ഉദ്ദേശമുള്ളൂ.